അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ, അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിലുണ്ട് പോൽ. ഞാൻ പറയട്ടെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ നിങ്ങളെ വീട്ടിലൊക്കെ മുസഹഫില്ലേ? ഞാൻ സർവ്വ മുജാഹിദിനെയും വെല്ലുവിളിക്കുന്നു. അള്ളാഹിന്റെ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങൾ ഉണ്ടെന്നോ പറയുന്ന ഒരു ആയത്ത് കാണിച്ചു തരുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അസ്മാ സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് ചില ഗ്രന്ഥങ്ങളിൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോൾ യദ് അതുപോലെയുള്ള ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കമാ ഖാലത അല എന്ന് പറയും. ഈ കമാ ഖാലത അല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി എന്ന് നമുക്ക് അർത്ഥം തോന്നും. സാധാരണ അങ്ങനെ തെളിവ് പറയുന്ന സമയത്ത് കമാ ഖാലക്ക് അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ അള്ള പറഞ്ഞതിന് വേണ്ടി ഇത് ചെയ്യണം, അതുപോലെ അത് വേണം, അതുണ്ട്, ഇങ്ങനെ പറയാം. ഇങ്ങനെ ആകുമ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖലഖ്തു ബിയദയ്യ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം കമാ ഖാലത അല അള്ള പറഞ്ഞതിന് വേണ്ടി എന്നർത്ഥം പറയുമ്പോൾ ആ യദയ്യ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെയും സംശയം അവിടെ ബാക്കി വരും. അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, കമാ ഖാലത അല ഞാൻ വേണ്ടി എന്നല്ല, അള്ളാഹു പറഞ്ഞതുപോലെയുള്ള സിഫത്തുണ്ട്, ഏതുണ്ട്. അപ്പം എൻ്റെ മാനമകാരോട് അള്ള പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അള്ള പറഞ്ഞതുപോലെയുള്ള ഏതുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ഏതിൻ്റെ മാനമക്കറിയില്ല. അപ്പോൾ അതാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും ശറഹുൽ മുഹദ്ദബിനും ഷറഹ് മുസ്ലിമിനും ഒക്കെ പറഞ്ഞത്. അതായത് എൻ്റെ ലാഹിർ മാന, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല, വലഹു മഅനൻ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഏതോ ഒരു മാന അതിനുണ്ട്, അത് നമുക്കറിയില്ല. അതാണ് തഫ്വീദ് എന്ന് പറയുന്ന സലഫ് ആയ പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള നയം, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിട്ടുള്ള ആശയം. അപ്പോൾ കമാ ഖാലത അല എന്ന് ഇത്തരത്തിലുള്ള ഈ സിഫത്തുകൾ പറയുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ പറഞ്ഞ സ്ഥലത്ത് കമാ ഖാലത അല എന്നോ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ പറഞ്ഞാൽ പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കണം എന്നല്ല, പറഞ്ഞതുപോലെ ഉള്ള ഏതുണ്ട്, പറഞ്ഞതുപോലെയുള്ള ഇസ്തിവ ഉണ്ട്. ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല. ഇസ്തിവ യലീഖു ബിഹി, അള്ളാഹുവിനോട് അനുയോജ്യമായ ഇസ്തിവ ഉണ്ട്, അത് നമുക്കറിയില്ല. കമാ ഖാലത അല അള്ളാഹ് പറഞ്ഞതുപോലെ ഉള്ള ഇസ്തിവ ഉണ്ട് എന്നല്ലാതെ അള്ളാഹ് പറഞ്ഞതിന് വേണ്ടി ഇങ്ങനെ എന്ത് വേണം വിശ്വസിക്കണം എന്നല്ല. അപ്പോൾ ഈ കമ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നത് ഉസ്താദിന്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ. ചില ഇബാറത്തുകളിൽ ചിലപ്പോൾ അവിടെ സംശയങ്ങൾ വരാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഇബാറത്തുകൾ, ചില പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ ഉണ്ടാകും. അതിന്റെ ശേഷം അവർ കമാ ഖാലത അല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതോടുകൂടി തന്നെ തഫ്വീദായി കഴിഞ്ഞു. അള്ള പറഞ്ഞതുപോലെ ഉള്ള സിഫത്ത് ഉണ്ട്, യദ് എന്ന സിഫത്തുണ്ട്, സിഫത്ത് യദിൻ, യദിന്റെ സിഫത്തുണ്ട് എന്നാണ് ആ പറയുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ അത് ഉസ്താദിന്റെ ആ വിവരണത്തിൽ നിന്നാണ് എനിക്ക് ആ കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അളവ് പറയുക എന്നത് വലിയ തെറ്റാണ്. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല കള്ളം പറയൽ. കള്ളം പറയൽ മുനാഫിഖിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സംസാരിച്ചാൽ കളവ് പറയുക കപടവിശ്വാസിയുടെ അഥവാ വിശ്വാസമില്ലാത്തവന്റെ, മനസ്സിൽ വിശ്വാസമില്ലാത്തവന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ വൈദാ ബഅദ ഖൽഫ, അവൻ വാഗ്ദത്തം ചെയ്താൽ അക്ക് പാലിക്കാതിരിക്കുക, അതും മുനാഫിഖിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ വൈദാ ഖാസമ ഫജറ, ഒരു മനുഷ്യനുമായി തെറ്റിയ മനുഷ്യനെ തോന്നിവാസം പറയുക എന്നതും വളരെ മോശമാക്കി സംസാരിക്കുന്നതും മുനാഫിഖിന്റെ ലക്ഷണമാണ്. വൈദാ ആഹദ ഖദറ, അങ്ങനെയും ഹദീസിന്റെ റിപ്പോർട്ടിൽ കാണാം, വാക്ക് പറഞ്ഞാൽ ചതിക്കുന്നവനാണ്. എന്തേ കാരണം? ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യന് പറ്റിയ പണിയല്ല, എല്ലാം മുനാഫിഖിന്റെ ലക്ഷണമാണ്.